നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങി 8ാമത്തെ ദിവസമായി കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ നല്ലപോലെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചിലവർ പറയാറില്ലേ, എപ്പോഴും മുഖം നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും, ചില സമയത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്താണ് ആകെ മൂടി കെട്ടി ബ്രൈറ്റ്നെസ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതെന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പാക്കാണ്. അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മതി. അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 3 വട്ടമൊക്കെ ചെയ്യണത് ഏറ്റവും നല്ലതാണ്. സ്കിൻ എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കാൻ, മുഖം എന്നൊരു നല്ലൊരു ഗ്ലോ തോന്നാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് മുഖത്ത് തേച്ച് ഒരു 15 മിനിറ്റ് സ്കിന്നിൽ വെച്ചതിന് ശേഷം കഴുകി നമ്മൾ എവിടെ പോകുകയാണെന്ന് വെച്ചാലും നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങൾ പുറത്ത് പോയി തിരിച്ച് വന്ന് മുഖം കഴുകി നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ തേച്ച് അങ്ങനെയൊക്കെ നമ്മൾ സ്കിൻ നല്ലപോലെ നോക്കിക്കൊണ്ടുപോകണമെന്ന് വെച്ചാൽ സ്കിന്നിന് നല്ല വ്യത്യാസം വരും. നല്ല അടിപൊളി റിസൾട്ടുമാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ചാലഞ്ചിൽ ഉൾപ്പെടുന്നവർ എന്തൊക്കെ ചെയ്യണം, ഇതുപോലെയൊക്കെ സൂക്ഷിക്കണം, ഇന്നേണ്ടത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ അതുപോലെയൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം വെച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. ഇന്നത്തെ നമ്മുടെ പാക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണിച്ചാൽ, എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ആവശ്യം ഒരു തക്കാളിയാണ്. തക്കാളി നല്ലപോലെ ഗ്രേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പ്യൂരി നമുക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഗ്രേറ്ററോ അരച്ച് മിക്സിയിലോ എടുത്ത് നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ തക്കാളി ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ജ്യൂസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാക്കിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഒരു ബൗൾ വേറെ വയ്ക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല നൈസ് അരിപ്പൊടിയാണ്. 1 സ്പൂൺ നിറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. സ്കിൻ വൈറ്റനിങ്ങിനും മുഖത്തുള്ള പാടുകൾ മാറാനും അരിപ്പൊടി നല്ലപോലെ സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യം അതേ അളവിൽ തന്നെ നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും ഓരോ സ്പൂൺ ഇട്ടു. കോഫി പൗഡറും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും മുഖത്ത് പാടുകൾ മാറാൻ നല്ലപോലെ സഹായിക്കും. ഫസ്റ്റ് യൂസിൽ തന്നെ ടാനൊക്കെ മാറി നല്ല അടിപൊളി ഗ്ലോ തരും കേട്ടോ. കോഫി പൗഡർ നല്ല അടിപൊളിയാണ്. നിങ്ങളിത് കോഫി പൗഡർ ഉപയോഗിക്കാത്തവരാണെന്ന് വെച്ചാൽ കോഫി പൊടി ഒന്ന് ഉപയോഗിച്ച് നോക്ക്, പെട്ടെന്ന് റിസൾട്ട് നമുക്ക് തരണത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ജ്യൂസ് ഒഴിക്കാം. തക്കാളി ജ്യൂസ് ഒഴിച്ചു. തക്കാളി ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. പോരാ തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഒരു തക്കാളിയുടെ ജ്യൂസ് മുഴുവൻ ഒഴിച്ചു നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ സ്കിന്നിൽ ഉപയോഗിക്കേണ്ടത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് മാത്രമല്ല നല്ല അടിപൊളി റിസൾട്ടുമാണ്. നമുക്ക് ആദ്യം ഇത് വെച്ചൊരു മസാജ് കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മുഖത്തും കഴുത്തിലും കൂടി ചെയ്യണം. ഞാൻ ചില സമയത്തൊന്നും കഴുത്തിൽ ചെയ്യാറില്ല, കാരണം ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും. ചിലപ്പോൾ കുളിച്ച് കയറി വന്നതിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും, പിറ്റേ ദിവസം കുളിക്കുമ്പോൾ കഴുത്തിൽ തേക്കും. അതുകൊണ്ട് നിങ്ങൾ കഴുത്തിലും കൂടി ശ്രദ്ധിച്ച് ചെയ്യുക. ഇതൊക്കെ കഴുത്തിൽ തേച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കഴുത്തിൽ കറുപ്പ് വരില്ല, പിഗ്മെൻറ്റേഷൻ വരുന്നതിനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കും കേട്ടോ നമ്മുടെ ഈ കോഫി പാക്ക്. നല്ലൊരു മസാജ് കൊടുക്കുന്നതിലൂടെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടെ സഹായിക്കും. നല്ലൊരു റിസൾട്ടാണ് നമ്മൾ ഈ മസാജ് കൊടുത്തിട്ട് നമ്മൾ പാക്കിട്ട് കഴുകുമ്പോൾ കിട്ടണത്. ഇപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു, ഒരു 2-3 മിനിറ്റിൻ്റെ. ഇനി നമുക്ക് ഈ പാക്കൊന്ന് കട്ടിക്കിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കഴുത്തിലിട്ട് കൊടുക്കണില്ല, അധികം ഞാൻ കഴുത്തിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കഴുത്തിലൊന്നും ഇടണില്ല. നമുക്ക് മുഖത്തെ റിസൾട്ട് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഞാനിപ്പോൾ മുഖത്ത് നല്ല കട്ടിക്കിട്ട് കൊടുത്തു. നമുക്കൊരു
15-20 മിനിറ്റ് ഇത്രയെങ്കിലും നമ്മൾ വെക്കണം. 15 മിനിറ്റ് മിനിമം വയ്ക്കുക. അത് എന്താ തീർച്ചയായും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അഥവാ ടൈം ഉണ്ടെന്ന് വെച്ചാൽ 20 മിനിറ്റ് വരെ നിങ്ങൾക്കിത് വെക്കാം. ഇനി എന്തായാലും ഞാനൊരു 20 മിനിറ്റ് വയ്ക്കും. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫേസിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് അതിൻ്റെ ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. സ്റ്റാർട്ടിങ്ങിലത്തെ ഇപ്പോഴത്തെയും റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയാണ്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് തീർച്ചയായും അറിയിക്കുക. ഞാൻ എല്ലാത്തിലും എൻ്റെ അടിപൊളിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയാൻ തുടങ്ങി. ഞാൻ മുഖം കഴുകിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ആ ഒരു ഗ്ലോ കാണുമ്പോൾ ഞാൻ തീർച്ചയായും പറയും ഒരു അടിപൊളിയാണെന്ന്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കിയോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് എനിക്കറിയാൻ അപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെ കിട്ടിയെന്ന് അറിയിക്കാൻ മറക്കല്ലേ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.